മക്കളെ എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നിങ്ങളെ UPSC അതുപോലെ തന്നെ IAS, IPS, SSC, PSC അതുപോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണോ നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. അതായത് നിങ്ങൾ നിങ്ങളുടെ കോച്ചിങ്ങിനോടൊപ്പം തന്നെ നിങ്ങളുടെ മൈൻഡിന്റെ അസാമാന്യ പവറോടെ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗോളിലേക്ക് ഈസി ആൻഡ് എഫേർട്ട്ലെസ് എത്താൻ വേണ്ടി സാധിക്കും. അത്തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിനെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ റൂം അതേപോലെ നിങ്ങളുടെ മൊബൈൽ ഫോണിലൊക്കെ കുറച്ച് ചേഞ്ചസ് എത്തിക്കാൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ മൈൻഡിനെ സ്വാധീനിക്കാൻ കഴിയും. കാരണം നമ്മൾ എന്നും യൂസ് ചെയ്യുന്ന ഗാഡ്ജറ്റ്സ് ആണ് മൊബൈൽ എന്ന് പറയുന്നത്, അതേപോലെ തന്നെ നമ്മുടെ റൂം എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ അവിടെ നമുക്ക് കുറച്ച് മാറ്റങ്ങൾ ഇങ്ങനെ എത്താൻ നോക്കിയാലോ. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നെവർ എവർ സിറ്റ് ആൻഡ് സ്റ്റഡി ഓൺ യുവർ ബെഡ്. നിങ്ങളുടെ ബെഡിൽ ഇരുന്ന ഒരു കാരണവശാലും നിങ്ങൾ പഠിക്കരുത്. കാരണം ബെഡ് എന്ന് പറഞ്ഞാൽ ഉറങ്ങാനുള്ളതാണ്. നിങ്ങൾ ആ ബെഡ് പോയി ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉറക്കത്തിന്റെ ടെൻഡൻസി വരും. കാരണം ബ്രെയിനിന് അറിയാം ഇത് ഉറങ്ങാനുള്ള സ്ഥലമാണെന്നുള്ളത്. നിങ്ങൾ പഠിക്കും നിങ്ങൾക്ക് തോന്നും, പക്ഷെ നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിട്ട് പഠിക്കാൻ സാധിക്കില്ല. ഒരു ഡ്രോസി സ്റ്റേറ്റിലായിരിക്കും നിങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ ബെഡിൽ ഇരുന്ന് പഠിക്കുന്നത് നിങ്ങൾ അവോയ്ഡ് ചെയ്യാം. നിങ്ങൾക്ക് ഒരു ടേബിളും ചെയറും ഒരു ഏരിയ നിങ്ങൾക്ക് നിർബന്ധമായിട്ട് വേണം. അപ്പൊ നിങ്ങൾക്ക് ടേബിൾ മേടിക്കാൻ സാഹചര്യം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ടേബിൾ മേറ്റ് മേടിക്കും. അതിന് അത്ര എമൗണ്ട് ഇല്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഏരിയ വേണം. ബെഡ് ഒഴികെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇരുന്നിട്ടുണ്ടെങ്കിൽ പഠിക്കാം. ബെഡ്റൂമിൽ നിങ്ങൾക്ക് പഠിക്കാം, പക്ഷെ അവിടെ ഒരു ടേബിളും ഒരു ചെയറും വേണമെന്ന് നിങ്ങൾ ഉറപ്പിക്കണം. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ എഴുതി ഒട്ടിക്കണം. അതായത് ഒരു ചാർട്ട് പേപ്പർ എടുക്കുക. നിങ്ങൾ യെല്ലോ ചാർട്ട് പേപ്പറിൽ റെഡ് ഇങ്ക് യൂസ് ചെയ്യാം. അത് കുറച്ചുകൂടി ബെറ്റർ ആണ്. നമ്മൾ പ്രാണിക് ഹീലിങ്ങിലൊക്കെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള നിങ്ങളുടെ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഇങ്കാണ് യെല്ലോ ആൻഡ് റെഡ് കോമ്പിനേഷൻ. ഇനി അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വേണം ചെയ്യാം. അതായത് വൈറ്റ് ചാർട്ടിൽ ബ്ലൂ ഇങ്ക് യൂസ് ചെയ്യാം. അപ് ടു യു. ഓക്കെ, അപ്പൊ അത് എടുക്കുക. അത് എടുത്തതിന് ശേഷം നിങ്ങൾ എഴുതി വെക്കും. നിങ്ങൾക്ക് IAS ആവാൻ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ I am an IAS ഓഫീസർ എന്ന് എഴുതി വെക്കാം. LDC ആണെങ്കിൽ I am a LDC ഓഫീസർ, I am a KS ഓഫീസർ, I am a സെക്രട്ടറി അസിസ്റ്റന്റ്. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ജോബാണോ ആവശ്യം അത് എഴുതി വെക്കുക. ഇപ്പൊ ഗവൺമെന്റ് എംപ്ലോയീസിനൊക്കെ പർട്ടിക്കുലർലി നിങ്ങൾക്ക് ഒരു ജോബ് നിങ്ങൾ ഫോക്കസ് ചെയ്യണം. എന്തെങ്കിലും I am a ഗവൺമെന്റ് എംപ്ലോയി എന്നതിനേക്കാട്ടിലും ഒരു പർട്ടിക്കുലർ ജോബ് ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി നിങ്ങൾക്ക് ലെവല് നിങ്ങൾക്ക് ഫോക്കസിൽ കൂട്ടാൻ പറ്റും. ഓക്കെ, അതിനുശേഷം ആക്ഷൻ സ്റ്റെപ്സ് എടുക്കണം. അതായത് എന്തൊക്കെ ആക്ഷൻസ് ആണ് ഞാൻ എടുക്കേണ്ടത്. ഞാൻ കോച്ചിങ് ക്ലാസ് അറ്റൻഡ് ചെയ്യണം, ഞാൻ ഒരു ദിവസം ഇത്ര മണിക്കൂർ പഠിക്കണം, അങ്ങനത്തെ എന്തൊക്കെ ആക്ഷൻസ് ആണ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുക ഈ ലക്ഷ്യത്തിലേക്ക് എത്താമെന്നും നിങ്ങൾ അവിടെ എഴുതി വെക്കാം. ഓക്കെ മക്കളെ, നെക്സ്റ്റ് തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് വിഷൻ ബോർഡ് ക്രിയേഷൻ. നിങ്ങളുടെ റൂമിൽ നിങ്ങൾക്ക് വിഷൻ ബോർഡ് നമുക്കായി ക്രിയേറ്റ് ചെയ്യണം. അതെങ്ങനെയാണ് നെക്സ്റ്റ് ഷോർട്സിൽ പറയാം. കാരണം ഈ ഷോർട്സിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ടൈം ലിമിറ്റിന് അപ്പുറമായി പോകും. ആൻഡ് നെക്സ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോണാണ്. അതായത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നമ്മൾ ഗോൾ സെറ്റ് ചെയ്യാൻ നമ്മൾ എഴുതി വെക്കണം പറഞ്ഞില്ലേ, അതുപോലെ നിങ്ങൾ I am an IAS ഓഫീസർ അത് നിങ്ങൾക്ക് എന്താണോ അത് നിങ്ങൾ നിങ്ങളുടെ വാൾപേപ്പറായി സെറ്റ് ചെയ്യണം. അപ്പൊ നിങ്ങൾ എപ്പോൾ മൊബൈൽ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ വാൾപേപ്പർ ആക്കി കാണും. അതേപോലെ നിങ്ങളുടെ റൂമിൽ നിങ്ങൾ ഗോൾസ് എഴുതി വെക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ഈ ഗോൾസ് കണ്ട് നിങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡിൽ ക്യാപ്ചർ ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് ഈസി ആൻഡ് എഫേർട്ട്ലെസ്ലി ആയിട്ട് നിങ്ങളുടെ ഗോൾസ് നിങ്ങൾക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും.